ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുൻ്റെയും മീനുവിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഗിഫ്റ്റുകളെല്ലാം പരസ്പരം എല്ലാവർക്കും കൈമാറുകയാണ്. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രഭാവതി പറയുന്നത് കേട്ടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട് മഹിയേട്ടാന്ന്. എന്താ നിനക്ക് പറയാനുള്ളത്, പറഞ്ഞോ. അതെ, ഒരു വർഷമായി ഞാൻ കാത്തിരിക്കുകയാണ് അർജുൻ്റെയും മീനുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട്. എന്തിനാ കാത്തിരിക്കുന്നത്? ഇതുവരേക്കും അവർക്കൊരു കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും ചോദിച്ചു മടുത്തു തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കും അതിൻ്റെതായിട്ടുള്ള നാണക്കേടില്ലേ എന്നിങ്ങനെ പ്രഭ പറയുക കേട്ടോ. ഒരു വർഷമായിട്ടും ഇതുവരെയായിട്ട് ഇവർക്കിടയിൽ നല്ലവണ്ണം ഒരുവർ ജീവിച്ചിട്ടുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആകെ ചമ്മി നാറി നിൽക്കുകയാണ് നമ്മുടെ അർജുനും മീനും അഖിലയും അതുപോലെ തന്നെ ഗൗതമും എല്ലാവരും. അതിനിടയ്ക്ക് കാഞ്ചന ഇടയിൽ കയറി പറയുക കേട്ടോ, അതായത് ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ല, അതാണ് കാണുന്നവർക്ക് ചോദിക്കുന്നു നിൻ്റെ വീട്ടിൽ വിശേഷമൊന്നും ആയില്ലേന്ന്. അപ്പോൾ കാഞ്ചന വീണ്ടും പറയട്ടോ, എടാ നിൻ്റെ കെട്ടിയവൾക്ക് എന്താ മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, അതോ നിൻ്റെ കൂടെ അടുക്കാൻ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ നിൻ്റെ കൂടെ അടുക്കാത്തത് അവൾ എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ട് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് അപമാനിതയായിട്ടാ ഞങ്ങൾ നടക്കുന്നത്, എന്താടി എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ഉടനെ തന്നെ അർജുൻ പറയാണ്, ചേച്ചി ഒന്ന് നിർത്ത്, ഇപ്പോൾ നിങ്ങളല്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് ഞങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാര്യത്തിൽ ഞങ്ങൾക്കറിയാം, നിങ്ങളാരും തലയിടേണ്ട ആവശ്യമില്ല, എന്താ വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് അർജുൻ പറയുമ്പോൾ ഉടനെ പ്രഭാവതി ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു വർഷമാവട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു, ഞാനതെല്ലാം സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ ഇത്രയും നാളായില്ലേ, ഇതുവരെയായിട്ട് നിങ്ങൾക്ക് സമയമൊന്നും കിട്ടിയില്ലേ? പിന്നെ എടി മീനു, എൻ്റെ മക്കളെ ഇങ്ങനെ ബ്രഹ്മചാരിയായി കഴിയാനാണോ നീ ചേച്ചിയും അനിയത്തിയും കൂടെ ഇവിടെ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ആഗ്രഹം ഇവിടെ നടക്കണ്ട. ഉടനെ കാഞ്ചന പറയാം കേട്ടോ, ആഗ്രഹമൊന്നും ഇവിടെ നടക്കത്തില്ല. ഉടനെ പ്രഭയും പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വേണം ഈ വീട്ടിൽ, ഞങ്ങൾക്ക് 2 പേർക്കും. നിങ്ങളെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 6 മാസം കാത്തിരിക്കാം, ഇതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങളെ തരണം, വിശേഷം അറിയിക്കണം എന്നിങ്ങനെ പറയട്ടോ. ഇല്ല, അതിനുള്ള കഴിവ് നിങ്ങൾക്ക് 2 പേർക്കും ഇല്ലെങ്കിൽ 2 പേരും ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളണം, പിന്നെ ഈ വീട്ടിൽ നിൽക്കരുത്. കൊള്ളാം, വീട്ടിൽ പൊക്കോളണമെന്ന്. ഉടനെ മഹേന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട, അടുത്ത പ്രഭാവതി എന്താ പറയണമെന്ന്. അപ്പം എൻ്റെ മക്കൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവിടെ കഴിയാൻ പറ്റുമെങ്കിൽ മാത്രം കഴിഞ്ഞാൽ മതി, അതോ വീട്ടിൽ പോകണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്ന് പറയട്ടോ പ്രഭാവതി. അപ്പോൾ അർജുന് വീണ്ടും ദേഷ്യം വരികയാണ്. അർജുനാണെങ്കിൽ അമ്മയെടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുവതായി വലിയ പ്രശ്നങ്ങളിലേക്ക് ഉച്ചത്തിലാവുകയാണ്. അപ്പം മഹേന്ദ്രൻ ഉടനെ തന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ ഇക്കാര്യത്തിൽ, ഇവിടെ കിടന്ന് വഴക്കൂടാതെ നല്ലൊരു ദിവസമായിട്ടല്ലേ. എന്നിട്ട് അർജുനോട് പറയണം കേട്ടോ, ഇക്കാര്യത്തിൽ പ്രഭയെ തെറ്റു പറയാൻ പറ്റില്ല അർജുനെ, അവളുടെ ആഗ്രഹമാണ് അവൾ പറഞ്ഞത്, അത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ പ്രഭ പറയുന്നുണ്ട്, ഓ ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞതിന് വില കൊടുത്തല്ലോ. പിന്നെ ഒരു 6 മാസം മാത്രമേ ഞാൻ നിങ്ങൾക്ക് സമയം തരുള്ളൂ, അതിനിടയ്ക്ക് തന്നെ നിങ്ങൾ വിശേഷം അറിയിച്ചിരിക്കണം, ഇല്ലെങ്കിടാ നിങ്ങൾ ആരും ഇനി എന്നെ അമ്മയെന്ന് വിളിക്കുകയും ചെയ്യരുത്, അമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണുകയും ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രഭാവതി ചാടിത്തുള്ളി പോവാട്ടോ. എന്നിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, പ്രഭാവതിയുടെ മാത്രമല്ല എല്ലാവർക്കും ആഗ്രഹമുണ്ട് കുഞ്ഞുങ്ങൾ വേണമെന്ന് എന്നും പറഞ്ഞ് മഹേന്ദ്രനും അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കാഞ്ചന വന്നിട്ട് പറയട്ടോ, ഇന്നിപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ്, മണിയറ ഒരുക്കുന്നതും എല്ലാം സ്പോൺസർഡ് ബൈ കാഞ്ചന എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയും പോകണം. ഇത് കേട്ടിട്ട് മീനു വല്ലാതെ ടെൻഷൻ അടിച്ചും വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് എല്ലാവരും പരസ്പരം പിരിഞ്ഞു പോകുമ്പോൾ അഖിലയും ഗൗതവും മാത്രം ആവുന്നുണ്ട്. അപ്പോൾ അഖില ചെന്ന് ഗൗതമിനോട് പറയാണ്, എന്തിനാ 6 മാസം, നമുക്ക് 2 മാസം പോരെ ഗൗതം എന്ന് നോക്കുമ്പോൾ ഗൗതമിന് ദേഷ്യം വന്ന് ഗൗതമോ അവിടുന്ന് പോവട്ടോ. എന്നിട്ട് പുറത്ത് പോയിരുന്ന നല്ല വിഷമത്തിൽ ഇരിക്കുകയാണ് മീനു. അതിൻ്റെ കൂടെ അർജുന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് മഹേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ മക്കളെ വിഷമമായോ? 2 പേരും മിണ്ടാതിരിക്കുന്ന എന്താ, സാരമില്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതൊന്നും പറയേണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങൾ മാറ്റി നിർത്തി പറയായിരുന്നു. എന്നാലും പ്രഭ ചോദിച്ചത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയല്ലേ മോളെ, ആദ്യം മരിച്ചിട്ട് ഇത്രയും നാളായി, മരിച്ച സമയത്ത് 1 വർഷമായി, പെട്ടെന്നായിരുന്നല്ലോ നിങ്ങളുടെ വിവാഹം, നിങ്ങൾക്ക് പരസ്പരം അടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആദ്യയുടെ കാര്യങ്ങൾ മറക്കാനും മീനും ഒന്ന് ശരിയായി വരാനും കുറച്ച് സമയം വേണം എന്ന് ഞങ്ങളും വിചാരിച്ചു, അതുകൊണ്ട് നമ്മളും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ തമ്മിൽ നല്ല മാനസിക അടുപ്പവും സ്നേഹവും ഒക്കെയുണ്ട്, പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ ഇനിയെങ്കിലും ജീവിക്കണം, ഒരു കുഞ്ഞ് നിങ്ങൾക്കിടയിൽ വരേണ്ട സമയം കഴിഞ്ഞു. ഞാനും നിൻ്റെ അമ്മയെപ്പോലെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, 2 പേരും ആലോചിച്ച് നല്ല പോലെ ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് സന്തോഷമുള്ളൊരു തീരുമാനം തന്നെ അറിയിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് മഹേന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അർജുൻ മീനുവിൻ്റെ മുഖത്തേക്ക് പറയട്ടോ, നമുക്ക് അവരെ സന്തോഷിപ്പിച്ചാലോ മീനു എന്ന് ചോദിക്കണം. അപ്പോൾ മീനുവിന് ദേഷ്യം വന്ന് മീനു അവിടെ നിന്ന് അകത്ത് കയറി പോവാട്ടോ. അപ്പോൾ ഗൗതം പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി പോവാൻ തലമുടിയെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അഖില അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോക്ക്
എന്ന് ചോദിക്കാം കേട്ടോ. നീ എന്തിനാ അറിയുന്നത്? എനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോവും. പിന്നെ അമ്മയും ചേച്ചിയും പറയുന്നതെല്ലാം കേട്ടല്ലോ അല്ലേ? ചേച്ചിയുടെയും അർജുനേട്ടനെയും ഫസ്റ്റ് നൈറ്റിനെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. 6 മാസം മാത്രമേ സമയമുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ അവരെല്ലാം മറക്കും. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നേ കഴിഞ്ഞു എന്നായിരിക്കും അവരുടെ വിചാരം. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ വേണം ഇനി മുൻകൈ എടുക്കാൻ, മണിയറ ഒരുക്കാനും ഒക്കെ. പിന്നെ വരുമ്പോഴേ കുറച്ച് മുല്ലപ്പൂവും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ട് വരണം കേട്ടോ. ഗൗതമിനാണെങ്കിൽ ചൊറിഞ്ഞ് വയ്യേട്ട ദേഷ്യം പിടിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഗൗതമിനോട് പോയി പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണമാണ്, എനിക്ക് പോകണം, എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, ആകെ 500 രൂപയുള്ള അത് തികയില്ല, നീ എനിക്ക് പൈസ തരണം, എങ്ങനെയെങ്കിലും നീ കടമായിട്ടെങ്കിലും എവിടെന്നെങ്കിലും വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നേ പറ്റുള്ളൂ എന്ന് പറയട്ടോ എന്ന് പറഞ്ഞിട്ട് അഖില അങ്ങ് പുറത്തിറങ്ങി പോവാണ്. ആ സമയം ഗൗതം വല്ലാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അഖിലയുടെ തന്നെ പേഴ്സ് എടുത്ത് നോക്കുകയാണ് അതിനകത്ത്. ആ സമയം അഖില ചാടിക്കൊണ്ട് വരുന്നു. എടാ കള്ളാ, നീ എൻ്റെ പേഴ്സ് അടിച്ച് മാറ്റും, ആകെ 500 രൂപയുള്ളൂ, അതും കൂടെ അടിച്ച് മാറ്റുവാണ്, ഇങ്ങോട്ട് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടുന്നില്ല, ഇറങ്ങി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഗൗതമിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് അഖിലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അത് പക്ഷേ അഖില മനസ്സിലാക്കിയിട്ടില്ല. അഖില ആ പേഴ്സ് വാങ്ങിച്ച് ഗൗതം കാണാതെ അലമാരയ്ക്ക് പൂട്ടി വെക്കുക കേട്ടോ. ഇനി ഉള്ള പൈസയെങ്കിലും എടുത്തിട്ട് പോയാലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കിച്ചണിലാണെങ്കിൽ മീനു വല്ലാണ്ട് നിൽക്കും, വിഷമിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇന്ന് തന്നെ മണിയറ ഒരുക്കും എന്നുള്ള കാര്യങ്ങൾ. അത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അഖില അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അഖില ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി വിഷമം? ഏയ് ഒന്നുമില്ല, അവർ പറഞ്ഞത് നീ കേട്ടില്ലേ, ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ന് തന്നെ മണിയറ ഒരുക്കും പോലും, 6 മാസത്തിനകം പ്രഗ്നൻ്റ് ആവണം പോലും, ഇതൊക്കെ അവരാണോ തീരുമാനിക്കുന്നത്? നമ്മളല്ലേ? അയ്യേ ചേച്ചി എന്താ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്? പിന്നെ നിനക്കെന്താ പ്രശ്നം? ഇല്ല, എനിക്കതിനൊന്നും സാധിക്കില്ല എന്നിങ്ങനെ ആ മീനു പറയുമ്പോൾ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് അർജുനേട്ടനോട് തുറന്ന് പറഞ്ഞുകൂടെ? എനിക്കിപ്പോൾ സംശയം ഉണ്ടാകില്ലേ, ഈ അർജുൻ തന്നെയാണോ ഈ അമ്മയും ചേച്ചിയും ഇളക്കി വിട്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം ഇത് കേട്ട സമയം മുതൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അഖില ഇങ്ങനെ ഊറിച്ചിരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാ അടിച്ചിരിക്കുന്നത്? പിന്നെ ചേച്ചി എന്തിനാ ഇതിനൊക്കെ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അർജുനേട്ടൻ ഇനി അർജുൻ എൻ്റെ ദേഹത്തെങ്ങാനും എൻ്റെ അനുവാദം ഇല്ലാതെ കൈവച്ചാലുണ്ടല്ലോ, ഞാൻ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നിങ്ങനെ മീനു പറയാം. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ, അർജുനേട്ടൻ അങ്ങനെ ഒരാളാണോ? ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ അർജുനേട്ടനെ? പറഞ്ഞാൽ കാര്യം മനസ്സിലാവുന്ന ആൾ തന്നെയാണ് എന്ന് പറയാം. അങ്ങനെ മീനുവിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അഖില. അത് കഴിഞ്ഞ് മീനും അവിടെ നിന്ന് നേരെ ചെന്ന് കയറുന്നത് റൂമിലേക്കാണ്. അവിടെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ മണിയറ ഒരുക്കാൻ മുല്ലപ്പൂവും പൂക്കളും ഒക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട്. നീ ഇങ്ങോട്ട് വന്നേടി, നീ പോയി കുളിച്ച് റെഡിയായെല്ലാം വാ, ഞങ്ങളിതെല്ലാം ഒരുക്കി വെക്കട്ടെ എന്ന് ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് നടക്കും. മീനു ഒന്നും മിണ്ടുന്നില്ല, വിഷമിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, എന്താടി നീ മിണ്ടാതിരിക്കുന്നത്? അങ്ങനെ എങ്ങാനും നടന്നില്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങി പൊക്കോളണം എന്ന് പറയാണ് കേട്ടോ. പിന്നെ ഞാൻ നിൻ്റെ അമ്മായിയമ്മയാണ്, ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് വേണം നാളെ വേണമെന്ന്. ഇന്ന് എന്തായാലും ഇവിടെ എല്ലാവരും ഞാൻ ഒരുക്കാൻ പോവാം, നീ അപ്പുറത്തെ റൂമിൽ പോയി കുളിച്ചിട്ട് വാ, ഡ്രസ്സെല്ലാം എടുത്ത് എന്നെല്ലാം പറഞ്ഞ് മീനുവിനെ പറഞ്ഞു. മീനു ആകെ ടെൻഷനും പേടിച്ചും പുറത്തിറങ്ങി പോവാട്ടോ. ഇവിടെ കാഞ്ചനയും പ്രഭാവതിയും കൂടെ ഭയങ്കര സന്തോഷം. അപ്പോൾ പ്രഭാവതി പറയും, ഇന്ന് നോക്കിക്കൂടി അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്, എന്തൊക്കെ തന്നെയായാലും അവൾ അർജുനായിട്ട് അടുക്കത്തില്ല, ഉറപ്പായിട്ട് സഹിക്കട്ടെ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവും എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചിരിക്കട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ അർജുൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിനേശ് വന്നിട്ടിരിക്കുന്നത്, എന്താടാ നീ സ്വപ്നം കാണുന്നത്? പിന്നെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം പറഞ്ഞോളൂ, നീ ഇപ്പോഴേ സ്വപ്നം കാണുന്നു. പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി, മീനോ അടിച്ചെന്നെ വെളിയിലാക്കും എന്ന് പറയാട്ടോ. എടാ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പുറത്ത് കാണിക്കുന്നതാണ്, ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, അവൾക്കും താല്പര്യം കാണില്ലേ എന്ന് പറയുമ്പോൾ അർജുൻ പറയണ്ടേ, അങ്ങനെയൊന്നും ഇല്ല, അവളുടെ സ്വഭാവം എനിക്കറിയാമെന്നുള്ളതാണ്, അവൾക്ക് നല്ല ടെൻഷനിലാടാ. എടാ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും ഇഷ്ടമല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? നീ തന്നെ മുൻകൈ എടുക്കണം എന്നിങ്ങനെ ദിനേശ് പറയുമ്പോൾ ചെറിയൊരു ആഗ്രഹം നമ്മുടെ അർജുൻ്റെ മനസ്സിലേക്കും ഒരു ലഡ്ഡു പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.